മനോഹരമായ അനുഗ്രഹിക്കുന്നതിനായ കലാകാർക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ വീണ്ടും ഒരു അവസരം തരികയാണ്. സിനിമയിൽ വന്നിട്ട് കുറച്ച് സമയമായെങ്കിലും ഞാനും ആദ്യമായിട്ടാണ് ആക്ട് എന്ന സംഘടനയുടെ ഒരു ചടങ്ങിൽ ഒരു പരിപാടിയിൽ എത്തുന്നത്. അതിലേക്ക് ക്ഷണിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ സ്നേഹം, സന്തോഷം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഓരോ കാലഘട്ടത്തിലും പല തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച ചരിത്രമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയട്ടെ. സിനിമ അത്രത്തോളം ശക്തമാണ്, അത്രത്തോളം ശക്തമായ കലാകാരന്മാർ മലയാളത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അതിലൊക്കെയുള്ള ഒരു വിശ്വാസം. വലിയ ഭാഗ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പുണ്യതാപോലെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ആക്ടയുടെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ വരാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷം. മറ്റെല്ലാ എന്താ പറയുക സംഘടനാപരമായ വേർതിരിവുകളോ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഒറ്റ വികാരത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിക്കുന്നത്. എന്താ പറയുക, എടുത്തോടൊന്നും പറയാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നിങ്ങളില്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് 30 വർഷം പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോഴും 30 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഇത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. മലയാള സിനിമയെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ നിലവാരത്തിലേക്ക് ഇപ്പോൾ ലോകം മുഴുവൻ മലയാള സിനിമയും അതിൻ്റെ കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കാൻ കാരണക്കാരായ എല്ലാ മഹാരഥന്മാരുടെ മുമ്പിൽ ഇതേപോലെ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. അപ്പോൾ ഈ പരിപാടിക്കും എല്ലാത്തിനും പ്രത്യേകിച്ച് നമ്മളും ഇതിൽ അംഗമാണ്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. സാങ്കേതിക പ്രവർത്തകർക്ക് ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാവണമെന്നും ഒരു തൊഴിലാളി യൂണിയന്റെ ഫെഡറേഷൻ ഉണ്ടാവണമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ ഭരണസമിതി കൈക്കൊണ്ട വിപ്ലവകരമായ ആ തീരുമാനമാണ് ഇന്ന് മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന തൊഴിലാളി സെക്രട്ടറിയായ ഫെഫ്ക എന്ന തൊഴിലാളി സെക്രട്ടറിയെ പരിഗണിച്ചിരിക്കുന്നു. ഈ തൊഴിലിടത്തെ സൗന്ദര്യശാസ്ത്രപരമായും സാംസ്കാരികപരമായും നവീകരിക്കുന്നതിന് മാക്ട എന്ന സംഘടന ഒരു ചാലകശക്തിയായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആസ്വാദനത്തിൽ നിന്ന് എല്ലാവരും ക്രിട്ടിക്കുകളായി മാറിയിട്ട് ഒരു സംഭവം കൂടി ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും ക്രിയേറ്റീവാണ്. പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാക്കുന്നവരല്ലാതെ ആരും അങ്ങനെ ക്രിയേറ്റീവ് അല്ല. ഭൂരിപക്ഷം ആൾക്കാർ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു റീലെങ്കിലും ചെയ്തിടാത്ത ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും എന്ത് ചെറിയൊരു ഷോട്ടിനെ വരെ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാമായിരുന്നു എന്ന് പറയുന്ന അത്രയും ക്രിറ്റിക്സ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഓരോ സിനിമയും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിറഞ്ഞ സിനിമാ പ്രവർത്തകരുടെ നടുക്ക് സിനിമയും ഇഷ്ടപ്പെട്ട് സിനിമ പഠിച്ച് ഞാൻ ജേർണലിസം കഴിഞ്ഞ് സിനിമ പഠിച്ച് പിന്നീട് സിനിമയിലേക്ക് വന്ന ആളാണ്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഇൻഡിപെൻഡൻ്റായി 2 സിനിമ ഡയറക്റ്റ് ചെയ്ത് വന്ന ആളാണ് ഞാൻ. അഞ്ജു സാറ് തുടങ്ങി വെച്ച ആ സിമ്പോസിയത്തിൻ്റെ പോയിന്റിലേക്ക് ആങ്കർ ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരത്തിന് ചുവട്ടിലൊരു മനുഷ്യൻ കണ്ണടച്ചിരുന്നതിൻ്റെ ദൃശ്യഭാഷയാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സിനിമയ്ക്ക് വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ വരുന്ന മാറ്റമാണ് എല്ലാ കാലഘട്ടത്തും സിനിമയെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഈ ജെൻസി ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. വിഷ്ണു ചേട്ടൻ പറഞ്ഞ പോലെ ഈ അടുത്ത് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റായപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന റീലും ഭയങ്കര ഹൈ ക്വാളിറ്റി റീലാണ്. അതായത് അവരൊരു ചുമ്മാ ഒരു ഫോണിൽ പോലും ആരും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഓരോന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ ആ പാട്ടിലുള്ള സീൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര അത്ഭുതം തോന്നുക. കാരണം ഈ പറഞ്ഞ മാതിരി ഒരു സമയത്ത് ഫോണായിരുന്നെങ്കിൽ ഇന്ന് ഒരു DSLR ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു റിവ്യൂ പോയി നോക്കും, അല്ലെങ്കിൽ ഈ ഫോണിൽ കാണുന്ന ഒരു സംഭവമാണ് ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു പടം നാളെ ഇറങ്ങാൻ പോവാന്ന് പറയുമ്പം പലപ്പോഴും ഇപ്പം എന്താണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളൊരു തോട്ട്, അത് ചെറിയ പേടിയായിട്ടും വന്നിട്ടുണ്ട്.
എന്താണ് ആൾക്കാർ ആസ്വദിക്കുക എന്നുള്ളത്. ഇപ്പം പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ഭയങ്കരമായിട്ട് അതിന്റെ ഡൈനാമിക്സ് മാറിയ പോലെ എനിക്ക് തോന്നി. സഞ്ജുവിനെ പോലെ ഒരാളിവിടെ പറഞ്ഞു സിനിമകൾ ചെയ്ത ആൾക്ക് സംസാരിക്കാൻ പേടിയാന്ന് പറഞ്ഞെടുത്ത് എൻ്റെ വിഷ്ണുവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ കാലത്തും ഇമോഷൻ സെയിമാണ്. അപ്പോൾ ടെക്നിക്കലി ഉള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പണ്ട് കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഈ ചാനലിൽ എഴുതിയിരുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഞാൻ എഴുതിയിരുന്നു. ആ സ്കിറ്റിൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. എനിക്ക് ആ ഒരൊറ്റ മാറ്റത്തിലൂടെ എനിക്ക് തോന്നുന്നു പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ലേ, അത് പഴയകാല ഒരു സിനിമ എടുത്തപ്പോൾ നമ്മുടെ സോപ്പുകുട്ടി കഥ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അതായത് പഴയ അമർ അക്ബർ അന്തോണി പോലത്തെ കഥകൾ. അതായത് ഒരു ഉത്സവത്തിന് 3 മക്കൾ ഒരുമിച്ച് വരുന്നു, അച്ഛനും അമ്മയും വരുന്നു, ഇവർ വേർപിരിയുന്നു. വേർപിരിഞ്ഞ് ഇവർ 3 തരത്തിലേക്ക് പോകുന്നു. 3 പേരും വളർന്നു വലുതാവുന്നു. അവസാനം അച്ഛ അമ്മേ ബാബുവേട്ട എന്ന് പറഞ്ഞ് ഒരുമിക്കുന്നു. സോപ്പുകുട്ടി കഥ പഴയ. പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇറങ്ങിയതിന് ശേഷം ആ കഥ സംഭവമാണ്. 3 പേര് മാറി അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു. നീ എവിടെ ഉണ്ടാ? അവൻ എവിടെ ഉണ്ട്? ആ കഥ അവിടെ അവസാനിച്ചു. അപ്പൊ പിന്നീട് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ആ വ്യത്യാസം എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. സ്നേഹം, പക, പ്രണയം, വെറുപ്പ്, അസൂയ, ഇതൊക്കെ അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് പുതിയ കഥകളല്ല ഉണ്ടാകുന്നത്, അത് വരുന്ന രീതികളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയറിന്റെ മക്ബത്ത് കുറോസോവ ചെയ്യുമ്പോൾ ത്രോൺ ഓഫ് ബ്ലഡ് ആവുന്നതും, അത് വിശാൽ ഭരദ്വാജ് ചെയ്യുമ്പോൾ മഖ്ബൂൽ ആവുന്നതും, അത് നമ്മുടെ ദിലീഷ് ചെയ്യുമ്പോൾ ജോജി ആവുന്നതും. അതുകൊണ്ട് തന്നെയാണ് കർണൻ മണിരത്നത്തിന്റെ ഭാഷ്യത്തിൽ ദളപതിയാകുന്നതും, മഹാഭാരതം ശ്യാം ബനഗലിന്റെ ഭാഷ്യത്തിൽ കലിയുഗ് ആകുന്നതും, അല്ലെങ്കിൽ ഗംഗാ ജമുനയും മദർ ഇന്ത്യയും സലിം ജാവേദ് എഴുതുമ്പോൾ അമിതാഭ് ബച്ചനെ താരമാക്കിയ ദീവാറായി മാറുന്നത്. അപ്പോൾ പുതിയ കഥകൾ ഞങ്ങൾ ആരും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പുതിയ കഥകൾ വേഷപ്രച്ഛന്നരായി വരുന്നതാണ്. ഈ പറയുന്ന മക്ബത്ത് പോലും ഷേക്സ്പിയർ ഒറിജിനൽ അല്ല. റാഫേൽ ഹോളിൻഷെറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് അദ്ദേഹം കടമെടുത്തതാണ് മക്ബത്ത്. അതിനും പിന്നിലേക്ക് പോകുമ്പോൾ മക്ബത്ത് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കഥകൾ ഇപ്പോൾ എടുക്കുന്ന രൂപത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വികാരങ്ങളെല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറി വരുന്ന വേഷവിധാനത്തിലും ഭക്ഷണത്തിലും സംസ്കാരത്തിന്റെ സാഹചര്യത്തിലും ഈ മാറി വരുന്ന ഒരുപാട് കാര്യത്തിലും ഈ കാലം മാറുന്നു എന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്ന അനിവാര്യതയാണ് സിനിമ മാറുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.